ഗായ്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തലയിൽ വെക്കുന്ന ഒരു താളിയാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താ നോക്കിക്കോളൂ. രണ്ട് കറ്റാർവാഴ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെമ്പരത്തി ഇലയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കാം. നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം. ഓക്കെ, നമുക്ക് കിച്ചണിലോട്ട് പോകാം. വാ. ഓക്കെ, അപ്പോൾ നമ്മൾ അയ്യോ ഒരെണ്ണം അവിടെ പോയി. അതേ വരും. ഓക്കെ, വാ 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 വാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡോർ ഒന്ന് ജസ്റ്റ് ചാരി കൊടുക്കുവാണ്. നമ്മൾ ഇതായി ചെയ്യുന്നതാണ്, ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നമ്മൾ നല്ലോണം വൃത്തിയാക്കണേ. നമ്മൾ അത് നല്ലോണം വൃത്തിയാക്കണം. ഞാനിതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ ഇല കൊണ്ട് നമ്മുടെ മിക്സിക്കകത്തിടാം. ഓക്കെ, വാ. അപ്പം ഞാൻ എന്താ മിക്സിക്കകത്തോട്ട് ഇതുപോലെ പിഞ്ചി കീറി ഇടുവാണേ. ഓക്കെ, ഞാൻ പിഞ്ചി കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കാൻ പോവാണേ. കുറച്ച് നല്ല വെള്ളം ഒഴിക്കണേ, തലയിൽ തേക്കണ്ടേ അല്ലേ? അപ്പോൾ കുറച്ച് നല്ല വെള്ളം ഒഴിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് വാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കറ്റാർവാഴ മുറിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ക്യാമറ സെറ്റാക്കാൻ പോയതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കണ്ടോ, ഈ മുള്ളു ഭാഗം കണ്ടോ? ഈ മുള്ളു ഭാഗം ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഈ മുള്ളു ഭാഗം നമുക്ക് ചെത്തിക്കളയാം. നമുക്ക് മുള്ളു ഭാഗം ആവശ്യമില്ല. ഓക്കെ, ചെത്തിക്കളയുവാണ്. ഇത്രയും മതി. അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ വേസ്റ്റ്. ഓക്കെ, അത് മാറ്റി വെച്ചു. ഇനി നമ്മുടെ ഇതിൻ്റെ മണ്ടയ്ക്കത്തെ തൊലിയില്ലേ, ആ തൊലി മെല്ലെ ഇതുപോലെ പിച്ചാത്തിയും കൊണ്ട് ഇളക്കാം. ഇത് ഞങ്ങളുടെ മുറ്റത്തിൽ നിന്ന് കറ്റാർവാഴ കേട്ടോ, കുഞ്ഞതായിരുന്നു, അതുകൊണ്ട് ഒത്തിരിയൊന്നും ഇല്ല. അവിടുത്തെ ചെത്തി നമ്മുടെ ഈ ഭാഗത്തെ ചെത്തുവാണ്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മീൻസ് ഞങ്ങളുടെ അടുക്കളയിൽ വീഡിയോയോ ഫോട്ടോ എടുത്ത പ്രശ്നമില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇരുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ക്ലിയർ ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് എല്ലാം നശിപ്പിക്കാതെ. എനിക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ കേട്ടോ, വലിയ കറ്റാർവാഴ ഇല്ലാത്തതുണ്ട്. ഓക്കെ ഓക്കെ, ഇതൊന്നും വേണ്ടല്ലോ, കുറച്ചുകൂടെ എടുക്കാം. ഓക്കെ, ഇത് എടുക്കുമ്പോൾ കുറച്ച് സൂക്ഷ്മത വേണം കേട്ടോ. ഇതിങ്ങനെ ഇളകിപ്പോകും, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ തൊലിച്ചിരിയുടെ തൊലി ഇളക്കാണ്ടതാണ്. നോക്കി, നമ്മൾ ഫുൾ തൊലി ഇളക്കണം കേട്ടോ. അയ്യോ, കൈമുറിയല്ലേ. ഓക്കെ, വേസ്റ്റ് മാറ്റിയിട്ടിട്ട് നമുക്ക് നല്ല ദിവസത്തിലോട്ടിടാം. ഇതുകൊണ്ട് മാറ്റാം. ഓക്കെ, രണ്ടാമത്തെ ഞാൻ എടുക്കുവാണ്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യുവാണ് ഞാൻ. ഓക്കെ, അത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. 1 സെക്കൻഡ്, ഞാൻ പിച്ചാത്തി ഒന്ന് നമുക്ക് കൊടുത്തേ. നിൽക്കുക 1 സെക്കൻഡേ. വീഡിയോ ആരും പോസ് ചെയ്ത് വെക്കല്ലേ. അപ്പോൾ ഇതാ രണ്ടാമത്തെ കറ്റാർവാഴ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവിടുത്തെ ഇതും കൂടെ കളയാം. അവിടുത്തേതും കൂടെ നമുക്ക് ഇതുപോലെ ചെത്തി കളയാം. അയ്യോ, കണ്ടല്ലോ. വാ, അടുത്തോട്ട് വാ. ക്യാമറ അടുത്തോട്ട് വരൂ. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ അഴുക്കെന്നല്ല, അവിടെ നിന്നൊന്നും കിട്ടാനില്ല. ഓക്കെ, ഇവിടുത്തേം കൂടെ. ഓക്കെ, നമുക്കിനി മണ്ടയ്ക്കത്ത് ഇളക്കി കളയാം. കണ്ടോ, ഇതേ മണ്ടക്കത്തെ സിമ്പിളായിട്ട് തെറ്റി പോകുന്നു. ഇതിൻ്റെ സിമ്പിളായിട്ട് പോകുന്നു. അടുത്തതില്ലല്ലോ. അതെന്താണെന്നറിയോ, താഴെ ഇതുണ്ടല്ലോ, താഴെ ഇല ഉള്ളപ്പോഴല്ലോ നമ്മൾ മണ്ടയ്ക്കൊന്നും വലിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വരുമ്പോൾ താഴെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാടായിരിക്കും. ഓക്കെ, ഞാൻ ചെത്തി എടുക്കുവാണ് വേണ്ടേ. ഓക്കെ, ചെത്തി എടുത്തു. അത് ഞാൻ ഇതുപോലെ ഈ സൈഡിലോട്ട് ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കും. ഇത്ര കിട്ടിയുള്ളൂ എനിക്ക്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് മിക്സിക്കകത്തോട്ട് ഇടാം. അപ്പോൾ നമുക്ക് 2-3 പീസ്, ഇത് കുറച്ച് പീസസ് ആക്കാവേ. പീസസ് ആക്കുവാണ്. അപ്പോൾ നമുക്ക് പീസസ് ആക്കി ഇതിനകത്തോട്ട് ഇടാം. ഓക്കെ, പീസസ് ആക്കുവാണ്. ഓക്കെ, ഇത്രയും പോലെ. ഓക്കെ, മതി. മിക്സിയുടെ അടപ്പാണ്. ഓക്കെ, മിക്സിയുടെ അടപ്പം കൊണ്ട് നമ്മളിത് പൂട്ടുവാണ്. ഓക്കെ, പേടിയാറുണ്ട്. ഇതിൻ്റെ അല്ലല്ലോ, ഫ്രിഡ്ജിൻ്റെ ഇടാം. അപ്പോൾ ഇത് കുത്താം നമുക്ക്. എൻ്റെ തിരിച്ച് അപ്പുറത്തെ ഫ്രിഡ്ജിൻ്റെ. ഇത് ഫ്രിഡ്ജിൻ്റെ ഞാൻ ഇതൊരു ഓക്കെ അല്ലേ? ഇതിനടാ. ഓ, ഇത് ഓണം. ഞാനൊന്ന് ചെറുതായിട്ട് ഞെട്ടി പോയി. ഒന്നും കൂടെ നടിച്ചെടുക്കാതെ. അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അടിച്ചു കൊടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തൊരു കിണ്ണപ്പാത്രം എന്തെങ്കിലും എടുക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ പാത്രം ഇതുപോലത്തെ എടുക്കുക. നമുക്ക് എന്തായാലും തുറക്കാവേ. തുറന്നിട്ടുണ്ട്. നമുക്ക് ഒരു തോർത്തെടുത്തു കേട്ടോ. എൻ്റെ തോർത്താണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ഇനി തോർത്ത് ഈ കുഞ്ഞു പാത്രത്തിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ ഈ ഒരു ചെറിയ ചാറ് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ ഒഴിച്ച് കൊടുത്തു. അയ്യോ, പച്ചക്കളറാകൂടാ. ഓക്കെ, നമുക്ക് ഞെക്കി കൊടുക്കാം. എന്നാലും പെട്ടെന്ന് വീഴത്തുള്ളൂ. നമുക്ക് ഞെക്കി കൊടുക്കാം. കണ്ടില്ലേ, നല്ല പച്ച നീര്. ഞെക്കി കൊടുക്കുന്നുണ്ട്. പച്ചക്കളറായിട്ട് കുറച്ച് കളർഫുള്ളൊക്കെ ആണ് തോർത്ത്. കഥ പോകത്തില്ല കേട്ടോ. കുഴപ്പമില്ല. ഈ ഒരു വീഡിയോയുടെ കാണത്തില്ലെങ്കിൽ നിങ്ങൾ എന്നോട് കമന്റിൽ കൂടെ പറയണം. അപ്പൊ ഞാൻ എൻ്റെ വെട്ടത്തിൽ നിന്നൊരു വീഡിയോ എടുക്കുന്നതായിരിക്കുവേ. ഓക്കെ, അയ്യോ എന്താണ് എൻ്റെ കയ്യെ ഫുള്ളായി. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ പിഴിയുമ്പോൾ ഇച്ചിരി കൂടെ വരും ഇല്ലേ, വരത്തില്ലേ? ഓക്കെ, അപ്പം ഇനി നിങ്ങൾ എൻ്റെ പിഴി എടുക്കണേ. ഓക്കെ, നമുക്ക് ഇത്രയും മതി. ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ അഴുക്കാൻ നല്ല സമയം തല തേക്കണ്ടേ. അപ്പം ഇതാണ് നമ്മുടെ സാധനം. കണ്ടില്ലേ നല്ല ഗ്രീൻ കളറ്. ഇനി ഇത് ചെയ്യേണ്ടത്, ഇതൊരു 10 മിനിറ്റ് ഇത് വെക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് തല തേക്കണം. ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ വേണ്ട, 2 മിനിറ്റ് ഒന്ന് തലയിൽ വെക്കുക. തലയിൽ വെച്ച് കഴിഞ്ഞിട്ട് കഴുകി കളയാം. കുളിക്കുന്നതിന് കുറച്ച് മുമ്പ് തേക്കണേ. അപ്പം ഇത് തലയിൽ വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം. അപ്പം ഇത് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയണം ക്ലിയർ അല്ല എന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതൊരു വൃത്തിയായിട്ടുള്ളൊരു വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ബൈ.